അമ്മയുടെ ദോഷം മാറ്റാനാണെന്ന വ്യാജേന പെൺകുട്ടികളെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച മന്ത്രവാദി അറസ്റ്റിൽ. തിരുവനന്തപുരം കിളിമാനൂരിലാണ് സംഭവമുണ്ടായത്. ചിങ്ങേലി സ്വദേശി ശരത് ബാബു എന്ന കള്ള മാന്ത്രികനാണ് അറസ്റ്റിലായത്. ഇത്തരത്തിൽ ഇതിനു മുൻപും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രവാദത്തിൻ്റെ മറവിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അതുപോലെ മദ്യവും മയക്കുമരുന്നും കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്യുന്ന മന്ത്രവാദികൾ എല്ലായിടത്തും പെരുകുകയാണ്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട കള്ള മന്ത്രവാദികളുടെ ഒരു വിഹാര കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു. അന്ധവിശ്വാസ നിരോധന നിയമം ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രവാദികളെയും കള്ള മാന്ത്രികരെയും കൃത്യമായി ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇല്ലാത്ത കഥകളുടെ പേരിലും ഇല്ലാത്ത മായാജാലങ്ങളുടെ പേരിലും ഇല്ലാത്ത ദോഷങ്ങളുടെ പേരിലും ഒക്കെ തന്നെയാണ് ഇത്തരം മന്ത്രവാദികൾ സാധാരണക്കാരായ ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ ആകർഷിച്ച് വരുത്തുന്നത്. അതിനുശേഷം പ്രത്യേകമായി പൂജകൾ ചെയ്യാൻ ആവശ്യപ്പെടും. നഗ്നപൂജ, സ്വർണം ഊരിവച്ചുള്ള പൂജ തുടങ്ങിയവ ഇതിൽപ്പെടും. അറബി മാന്ത്രികം, കള്ള മന്ത്രവാദം, ഇത്തരത്തിൽ ഉള്ള ഒരുപാട് സംഘങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിലസുകയാണ്. ഇവർക്കെതിരെ കൃത്യമായി പരാതികൾ ലഭിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒരു പോലീസ് അന്വേഷണമോ മറ്റ് സംവിധാനങ്ങളോ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പൊതുസമൂഹം പരാതിപ്പെടുന്നു. കിളിമാനൂരിൽ ഉണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപ് കൊല്ലത്തും അതുപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും ഒക്കെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ദോഷം മാറാനാണ് എന്ന പേരിൽ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി അവരെ ലൈംഗികമായി ഉപദ്രവിക്കുക. അതുപോലെ നീ ലൈംഗികമായി എനിക്ക് വഴങ്ങിയാൽ നിന്റെ അമ്മയുടെ ദോഷം മാറും, അല്ലെങ്കിൽ അച്ഛൻ്റെ ദോഷം മാറും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ കള്ളമന്ത്രവാദികളുടെ പരിപാടി. ഇതിനെതിരെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. ഇത്തരം കള്ളമന്ത്രവാദികളുടെ പ്രലോഭനങ്ങളിലും വാഗ്ദാനങ്ങളിലും വീഴരുത്. ഇവർ ഈശ്വരവിശ്വാസത്തെയും ഇത്തരം കർമ്മങ്ങളെയും ഒക്കെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. പണവും ഇത്തരം ലൈംഗിക ചൂഷണങ്ങളും പണം തട്ടിപ്പും ഒക്കെയാണ് ഇവരുടെ തൊഴിൽ. എല്ലാ മതവിഭാഗത്തിലും പെട്ട ഇത്തരം കള്ളമന്ത്രവാദികളെ സൂക്ഷിക്കേണ്ടതാണ്, കരുതിയിരിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് ഇടപെട്ട ഇത്തരക്കാർക്കെതിരെ വ്യാപകമായ ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടണം. ഇല്ലെങ്കിൽ ഇതുപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകളെ ആകർഷിക്കാനുള്ള പല തന്ത്രങ്ങളുമായിട്ടാണ് ഈ കള്ളമന്ത്രവാദികൾ നടക്കുന്നത്. ഇവർക്കെതിരെ മാതൃകാപരമായ അന്വേഷണവും ശിക്ഷാ നടപടികളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയപ്പെടുന്നു.